ഇപ്പൊ ഇവിടെ ജിൻബുവിന്റെ അടുത്ത് ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബീസ്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പൊ മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ജിൻബു അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവന്റെ കത്തി പുറത്തെടുക്കുകയാണ്. അപ്പൊ പേടിച്ച് നിൽക്കുന്ന ജിൻബു ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട് ഷോക്കായി. ഒരു ഇ റാങ്ക് ഹണ്ടർ ഒരു സി റാങ്ക് ഡഞ്ചനിലെ ബോസിനെ കൊല്ലാൻ പോവുക. ജിൻഹോയ്ക്ക് അത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ജിൻബുവും ആ ബോസും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങി. ജിൻബു അവന്റെ പവറും സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് ആ ബോസിന്റെ കൂടെ കുറെ നേരം ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ജിൻബുവിന് അതിനെ കൊല്ലാൻ കഴിയുന്നില്ല. അതിനെ കൊല്ലണമെങ്കിൽ അതിന്റെ വീക്ക് ആയിട്ടുള്ള ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യണം. അതിന്റെ വീക്ക് ആയിട്ടുള്ള ഭാഗം അതിന്റെ തലയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടും അതിന്റെ തലയിലേക്ക് ജിൻബുവിന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഫൈറ്റ് ചെയ്യും തോറും ജിൻബു ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ക്ഷീണിച്ചു നിൽക്കുന്ന ജിൻബുവിനെ ആ ബോസ് അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വരുമ്പോൾ ജിൻബു അവന് കിട്ടിയ റിവാർഡ് ഉപയോഗിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അവന്റെ മുഴുവൻ ബോഡി അവൻ റിക്കവർ ചെയ്തു. എന്നിട്ട് അവന്റെ കത്തിയിൽ അവന് മുമ്പ് കിട്ടിയ പോയിസൺ ഉപയോഗിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചാടി വന്ന് ആ ബീസ്റ്റിന്റെ തലയിൽ അവൻ കുത്തി അതിനെ കൊന്നു കളഞ്ഞു. ജിൻബുവിന്റെ ഈ ഒരു പവർ കണ്ട് അവനൊരു ഫാൾസ് റാങ്കർ ആണോ എന്ന് ജിൻഹു വിചാരിക്കുന്നു. ഫാൾസ് റാങ്കർ എന്താണെന്ന് വെച്ചാൽ ശരിക്കും അവരുടെ യഥാർത്ഥ റാങ്ക് അവർ മറച്ചു വെക്കും. എന്നിട്ട് പവർ കുറഞ്ഞ ആൾക്കാരെ അവർ കൊല്ലും, ഒരു സൈക്കോയെ പോലെ. ഇപ്പൊ ആ ബോസിനെ കൊന്ന ജിൻബു അതിന്റെ അകത്തുള്ള എസൻസ് സ്റ്റോണും മുറിച്ചെടുത്തു. ഈ ഒരു സമയത്താണ് ഡോങ്സുക്കു അവന്റെ ആൾക്കാരും അതിന്റെ അകത്തേക്ക് വരുന്നത്. അവർ നോക്കുമ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ട്. അതുപോലെ ആ ബോസിനെയും കൊന്നു കളഞ്ഞു. അപ്പൊ അവർ വിചാരിക്കുന്നത് ജിൻഹോ ആയിരിക്കും അതിനെ കൊന്നു കളഞ്ഞതെന്ന്. എന്നിട്ട് അവർ ജിൻഹോയോട് ജിൻബുവിനെ കൊന്നു കളയാൻ പറയുന്നു. അത് കേട്ട ജിൻഹോ ആവട്ടെ ജിൻബുവിനെ കൊല്ലാതെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അത് കാണുന്ന അവരെല്ലാവരും ജിൻബുവിനെയും ജിൻഹോയെയും കൊല്ലാൻ വരുന്നു. അപ്പോൾ ജിൻബുവിന്റെ മുമ്പിൽ ഒരു പുതിയ സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു പുതിയ ടാസ്ക് ആണ്, അവരെ 6 പേരെയും കൊല്ലാൻ. അതായത് അവനെ കൊല്ലാൻ വരുന്ന അവരെ 6 പേരെയും ഒരു മിഷൻ പോലെ അവൻ കൊല്ലണം. പെട്ടെന്ന് ആ കൂട്ടത്തിലെ ഒരാള് ജിൻബുവിനെ അടിച്ച് തെറിപ്പിച്ചു. നിലത്ത് വീണ് കിടക്കുന്ന ജിൻബു എണീറ്റ് വരുന്നു. ആ സിസ്റ്റം അവരെ കൊല്ലാൻ പറയാൻ കാരണം ജിൻബു ജീവിച്ചിരിക്കേണ്ടത് ആ സിസ്റ്റത്തിന്റെ ആവശ്യമാണ്. അതായത് അവൻ ഒരിക്കലും മരിക്കാൻ പാടില്ല. ആ സിസ്റ്റത്തിന് അവൻ ജീവിച്ചിരിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ വരുന്ന അവരെ ആ സിസ്റ്റം കൊല്ലാൻ പറയുന്നത്. ആ സിസ്റ്റം അവനെ യൂസ് ചെയ്യുന്നു, അതുപോലെ അവനും ഇപ്പൊ ആ സിസ്റ്റത്തെ യൂസ് ചെയ്യുന്നു എന്ന് ചിന്തിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ജിൻബുവിനെ അതിലെ ഒരാള് അവന്റെ തോളത്തേക്ക് കൈയിട്ടു. അപ്പോൾ ജിൻബു ആവട്ടെ അവന്റെ കത്തി കൊണ്ട് ഇവന്റെ കഴുത്ത് മുറിച്ച് കൊന്നു കളഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാര് പെട്ടെന്ന് ജിൻബുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഉടനെ അവരെയും ജിൻബു കൊന്നു കളഞ്ഞു. അങ്ങനെ ജിൻബു എല്ലാവരെയും കൊന്നു. അവസാനം ഡോങ്സുക്ക് മാത്രം ബാക്കിയുണ്ട്. അവനെ കൊല്ലാൻ വരുമ്പോ അവൻ ജിൻബുവിനോട് അവന്റെ അനിയൻ ആരാന്ന് നിനക്ക് അറിയില്ല എന്ന് പറയുന്നു. ഉടനെ ജിൻബു അവന്റെ കഴുത്തും വെട്ടി അവനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ജിൻബുവിന് കിട്ടിയ ആ മിഷൻ അവൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അവൻ ആ ബോസിനെ കൊന്നതുകൊണ്ട് ജിൻബുവും ജിൻഹോയും പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന അവരോട് ഒരു ലേഡി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. അതായത് എല്ലാവരും മരിച്ചുപോയില്ലേ, ആകെ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതിലൊന്ന് ഇ റാങ്ക് ഹണ്ടർ, മറ്റേത് ഡി റാങ്ക് ഹണ്ടർ. അതുകൊണ്ട് ആ ലേഡി ആ ബോസിനെ കൊന്നത് ജിൻഹോയാണ്. ജിൻബു പുറകിലേക്ക് മാറി നിന്നിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ജിൻബുവിന് അവരെ കൊന്നതിന്റെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ലേഡി അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ജിൻഹോ ഇന്ന് നടന്ന സംഭവത്തിന് ജിൻബുവിനോട് നന്ദി പറയുന്നു. അടുത്ത സീനില് ഒരു ബിൽഡിംഗിൽ നിൽക്കുന്ന മസിലൊക്കെയുള്ള ഒരു മനുഷ്യനെയാണ്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഈ സി റാങ്ക് ഡഞ്ചനിൽ നടന്ന സംഭവം ഒരാൾ വന്ന് അസിസ്റ്റന്റ് വൂയോട് പറഞ്ഞു കൊടുക്കുന്നു. 6 പേര് മരിച്ചു, 2 പേര് രക്ഷപ്പെട്ട ഒരാൾ ഡി റാങ്ക് ആണ്, മറ്റൊരാൾ ഇ റാങ്ക്. അതിൽ എനിക്ക് സംശയം ജിൻബുവിനെയാണ്. കാരണം അവൻ ഡബിൾ ഡഞ്ചന്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നവനാണ് എന്ന് അയാളുടെ സംശയം അസിസ്റ്റന്റ് വൂയോട് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ അവിടെ വെച്ച് മരിച്ചുപോയ ആൾക്കാരും സാധാരണക്കാരല്ല. അതിലെ ഡോങ്സുക് എന്ന് പറയുന്നവൻ എസ് റാങ്ക് ഹണ്ടർ ഡോങ്സുവിന്റെ ചേട്ടനാണ്. സോ മരിച്ചവൻ ഒരു സാധാരണക്കാരനല്ല. ഇവിടെ ഇപ്പൊ ജിൻബു അവന്റെ അനിയത്തിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്നു. സാധാരണ ജിൻബു പണം ലാഭിക്കാൻ വേണ്ടി ഇതുപോലെയുള്ളതൊന്നും വാങ്ങാറില്ല. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അവന്റെ അനിയത്തിക്ക് അറിയില്ല. അതിനുശേഷം ജിൻബു ഒരു ബിയർ കുടിക്കുന്നു. പെട്ടെന്ന് അവന്റെ സിസ്റ്റം ഓപ്പൺ ആയി. അവൻ കുടിക്കുന്ന പോയിസൺ ബിയർ ആണെന്ന് മനസ്സിലാക്കി അതിലെ ആൽക്കഹോൾ മുഴുവൻ ഇല്ലാതാക്കുന്നു. സോ ജിൻബുവിന്റെ ബോഡിയിൽ എന്ത് പോയിസൺ ഉണ്ടെങ്കിലും അതിനെ അവൻ കുടിക്കുകയാണെങ്കിൽ പോലും അവന്റെ സിസ്റ്റം അത് ഇല്ലാതാക്കും. ഒരു പ്രത്യേക തരം സിസ്റ്റം. ഈ സിസ്റ്റം അവന്റെ ദേഹത്തൊന്നും അവൻ സമ്മതിക്കില്ല. ഇതെങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ ജിൻബുവിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരോട് ചോദിക്കും? ആരോടും പോയി ചോദിക്കാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഉത്തരം കിട്ടണമെങ്കിൽ അവൻ ആ ഡബിൾ ഡഞ്ചനിലേക്ക് വീണ്ടും എത്തണം. ഇതിനുശേഷം ഉറങ്ങിക്കൊണ്ടിരുന്ന ജിൻബുവിനെ വിളിച്ചെഴുന്നേപ്പിച്ച് അവനെ ജിൻഹു എന്ന് പറയുന്ന ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജിൻബു ഒരു കോഫി ഷോപ്പില് വീണ്ടും ജിൻഹോയെ കണ്ടു. ജിൻഹു വീണ്ടും എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ അവന് ഒരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതായത് അവനൊരു ഗിൽഡ് മാസ്റ്റർ ആവാൻ താല്പര്യമുണ്ട്. സ്വന്തമായിട്ടൊരു ഗിൽഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗിൽഡ് മാസ്റ്റർ ആവാൻ പറ്റിയാൽ അവർ നടത്തുന്ന റെയ്ഡിൽ നിന്ന് കിട്ടുന്നതെല്ലാം അവർക്ക് ഉപയോഗിക്കാം. മാന ക്രിസ്റ്റൽസ്, എസൻസ് സ്റ്റോൺസ്, അതൊക്കെ അവർക്ക് വെപ്പൺസ് ആക്കി ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരുപാട് പൈസ കിട്ടും. പക്ഷെ ഒരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസ് വേണം. ആ ലൈസൻസ് കിട്ടണമെങ്കിൽ അവര് ഒരു 20 ഡഞ്ചൻ ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഒന്ന് അവർ ക്ലിയർ ചെയ്തു. ഇനിയും ബാക്കി 19 ഡഞ്ചൻ അത് ജിൻഹോ ക്ലിയർ ചെയ്യണം. അവനെ കൊണ്ട് അത് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് അവനെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ ജിൻബുവിനെ കാണാൻ വേണ്ടി വന്നത്. കൂടാതെ ഒരു ഗിൽഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഗിൽഡിൽ ഒരു എസ് റാങ്ക് മെമ്പർ കൂടെ വേണം. ജിൻഹോയ്ക്ക് ഇപ്പോൾ അറിയാം ജിൻബുവിന്റെ റാങ്ക് ഇ അല്ല, പകരം ബിയോ അതിന് മുകളിലോ ആണെന്ന്. അതുകൊണ്ടും കൂടെയാണ് ജിൻബുവിനെ അവൻ ഉണ്ടാക്കാൻ പോകുന്ന ഗിൽഡിലേക്ക് സഹായിക്കാൻ വിളിക്കുന്നത്. ഇത് കേൾക്കുന്ന ജിൻബു ആവട്ടെ അതിന് സമ്മതിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവന്റെ പവർ ലെവലപ്പായി വരുന്ന കാര്യം ബാക്കിയുള്ള ആൾക്കാർ അറിയാൻ പാടില്ല. അതുപോലെ ഇങ്ങനെ ലെവലപ്പായി കൊണ്ടിരുന്നാൽ ജിൻബു വൈകാതെ തന്നെ ഒരു എസ് റാങ്കിലേക്ക് എത്തും. അപ്പൊ അവൻ ഇതിനേക്കാളും വലിയൊരു ഗിൽഡ് തുടങ്ങാം. ഇതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാം. ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജിൻബുവിനോട് അവൻ ഈ ഗിൽഡ് തുടങ്ങാൻ വേണ്ടി ഒരു ബിൽഡിംഗ് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബിൽഡിംഗിന്റെ ഇപ്പോഴത്തെ വാല്യൂ 30 ബില്യൺ ആണ്. അതുകൊണ്ട് ജിൻബു തന്നെ സഹായിച്ചാൽ അത്രയും വലിയ ബിൽഡിംഗ് നിങ്ങൾക്ക് തരാം എന്ന് ജിൻബുവിനോട് പറയുന്നു. പക്ഷെ ജിൻബു തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അമേരിക്കയിലുള്ള എസ് റാങ്ക് ഹണ്ടർ ഡോങ്സോയാണ്. അവന്റെ ചേട്ടൻ ഡോങ്സൂക്കിന്റെ മരണത്തിൽ ഇവൻ എന്തോ സംശയമുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു വന്ന 2 ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവൻ അന്വേഷിക്കുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ജിൻബു അവന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഡെയിലി ക്വസ്റ്റില് അവൻ ഓടി കംപ്ലീറ്റ് ചെയ്യേണ്ടത്
10 കിലോമീറ്റർ ആണെങ്കിൽ അവനത് 20 കിലോമീറ്റർ ഓടി. അതുപോലെ ബാക്കിയുള്ളതൊക്കെ 100 ആണെങ്കിൽ അവനത് 200 ആക്കി. അതുകൊണ്ട് ആ സിസ്റ്റം അവനൊരു സീക്രട്ട് റിവാർഡ് കൊടുത്തു. അതിൽ 3 റിവാർഡ് ഉണ്ട്. അതിൽ തന്നെ മൂന്നാമത്തെ റിവാർഡിൽ 2 തരം പേരുള്ള 2 ബോക്സ് ഉണ്ട്. അതിലേത് വേണമെങ്കിലും അവനിപ്പോ തുറക്കാം. അതുകൊണ്ട് ജിൻവു ആദ്യത്തെ ബോക്സ് തുറന്നു. അതിൽ നിന്ന് അവനൊരു ചാവി കിട്ടി, ഒരു എസ് റാങ്ക് ഡഞ്ചൻ തുറക്കാനുള്ള ചാവി. ആ ഡഞ്ചനിൽ പോയിട്ട് അവന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ എലിക്സിയർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മരുന്ന് കിട്ടും. അത് ഉപയോഗിച്ച് ഏത് അസുഖത്തെ വേണമെങ്കിലും ഭേദമാക്കാം. അത് കാണുന്ന ജിൻവു ആ ഡഞ്ചനിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ആ റിവാർഡ് കിട്ടിയാൽ അസുഖം ബാധിച്ച് കിടക്കുന്ന അവന്റെ അമ്മയെ അവന് രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ജിൻവു രാത്രി ആ ചാവി എടുത്ത് എസ് റാങ്ക് ഡഞ്ചൻ ഓപ്പൺ ചെയ്തു. ഒരു എസ് റാങ്ക് ഹണ്ടറിന് ഒരു എസ് റാങ്ക് ഡഞ്ചനിലെ മുഴുവൻ ബീസ്റ്റിനെ ഒറ്റയ്ക്ക് നിന്ന് കൊല്ലാൻ കഴിയില്ല. ഉദാഹരണത്തിന് ജെജു ഐലൻഡിൽ വെച്ച് ഒന്നിൽ കൂടുതൽ എസ് റാങ്ക് ഹണ്ടേഴ്സ് ചേർന്നിട്ടാണ് അവിടെയുള്ള ഡഞ്ചൻ ക്ലോസ് ചെയ്തത്. സോ നമ്മുടെ ജിൻവു ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഈ എസ് റാങ്ക് ഡഞ്ചനിലേക്ക് പോകുന്നത്. അവന് വേണമെങ്കിൽ രക്ഷപ്പെട്ടു വരാൻ അവന്റെ കയ്യിൽ ടെലിപ്പോർട്ടേഷൻ സ്റ്റോണും ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന് രക്ഷപ്പെട്ടു വരാൻ പറ്റും. അങ്ങനെ ജിൻവു ആ എസ് റാങ്ക് ഡഞ്ചന്റെ അകത്തേക്ക് എത്തി. അവിടെ അവൻ അറ്റാക്ക് ചെയ്യാൻ ഒരു വലിയ 3 തലയുള്ള ഗേറ്റ് കീപ്പർ ഉണ്ട്. അതാണ് 3 തലയുള്ള സെറബ്രസ്. അങ്ങനെ സെറബ്രസും ജിൻവുവും ഫൈറ്റ് ചെയ്യുന്നു. ജിൻവുവിന് എത്ര ശ്രമിച്ചിട്ടും സെറബ്രസിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഓരോ അടിയും ജിൻവുവിന്റെ പവർ കുറച്ചുകൊണ്ടേയിരിക്കും. വളരെ പവർഫുൾ ആയ ഒരു ബീസ്റ്റ്. ഇപ്പോൾ ആ ഒരു ഫൈറ്റില് ജിൻവുവിന്റെ കയ്യിൽ നിന്ന് ആ ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ തെറിച്ചുപോയി. അതുകൊണ്ട് ജിൻവുവിന് ഇനി രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അവൻ ഒന്നെങ്കിൽ അതിന് കൊല്ലണം. സെറബ്രസിന്റെ അറ്റാക്ക് കിട്ടി ഒരുപാട് അവശനായ ജിൻവുവിന്റെ മുമ്പിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അതൊക്കെ വരുന്നത് ജിൻവു പറഞ്ഞിട്ടല്ല, പകരം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ്. കാരണം ജിൻവു മരിക്കാൻ പാടില്ല എന്ന സിസ്റ്റത്തിന് നിർബന്ധമുണ്ട്. അങ്ങനെ ജിൻവുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ സിസ്റ്റം ചെയ്തു കൊടുക്കുമ്പോൾ അവന്റെ സ്ട്രെങ്ത് പഴയതുപോലെയായി. എന്നിട്ട് അവസാനം കഷ്ടപ്പെട്ട് അവൻ ആ ഗേറ്റ് കീപ്പർ സെറബ്രസിനെ കൊന്നു. അങ്ങനെ ജിൻവു ഒരുപാട് ലെവലപ്പായി. അവൻ ലെവലപ്പ് ആവുന്നത് കൊണ്ട് ഒരുപാട് മുറിവ് പറ്റിയിരുന്ന ജിൻവുവിന്റെ ബോഡി അത് പഴയതുപോലെയായി. അവന്റെ ബോഡി പെട്ടെന്ന് ഹീലായി. അതുകൂടാതെ അവന് 3 റിവാർഡും കിട്ടി. അതിലൊന്ന് അവൻ ഇനി മുൻപിലേക്ക് പോകാനുള്ള ചാവി. അതായത് ഡഞ്ചൻ ക്ലോസ് ചെയ്യണമെങ്കിൽ അവൻ അതിലെ ബോസിനെ കൊല്ലണം. ആ ബോസിന്റെ അടുത്തേക്ക് പോകാനുള്ള ചാവി, അവിടെയുള്ള കൊട്ടാരത്തിന്റെ ചാവി. രണ്ടാമത്തെ റിവാർഡ് പേര് പോലും ഇല്ലാത്ത എന്തോ ഒന്ന്. അത് ജിൻവു എന്താണെന്ന് നോക്കുമ്പോൾ അതാണ് എലക്സിയർ ഓഫ് ലൈഫ് ഉണ്ടാക്കാനുള്ള ഫോർമുല. ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ജിൻവു ഇനിയും മുൻപിലേക്ക് പോകാൻ തീരുമാനിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സാധാ ഗേറ്റ് കീപ്പർ സെറബ്രസിന് മുൻപിൽ അവൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും മുൻപിലേക്ക് പോകാൻ അവന് കഴിയില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ജിൻവു വേറെ എപ്പോഴെങ്കിലും ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് അവന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. അവന്റെ അമ്മയുടെ അസുഖം മാറ്റണമെങ്കിൽ അവൻ ആ എലക്സിയർ ഉണ്ടാക്കണം. പക്ഷെ അവനിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഫോർമുല മാത്രം കിട്ടിയിട്ടുള്ളൂ. അത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആ കോട്ടയ്ക്കകത്താണുള്ളത്, അതായത് ആ ഡഞ്ചന്റെ അകത്ത്. സോ എസ് റാങ്ക് ഡഞ്ചനിലേക്ക് പോകാൻ അവൻ ഇനിയും പവർഫുൾ ആവണമെന്ന് ചിന്തിച്ച് അവൻ ജിൻഹോയെ പോയി കാണുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അവനെ നേരത്തെ ഡഞ്ചനിലേക്ക് പോകാൻ ജിൻഹോ നേരത്തെ വിളിച്ചിരുന്നില്ലേ, അതിനുവേണ്ടിയാണ് അവൻ ജിൻഹോയെ പോയി കാണുന്നത്. ഡഞ്ചനിലേക്ക് പോയാൽ അവന്റെ പവർ കൂടുമെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവനിപ്പോൾ ജിൻഹോയുടെ കൂടെ ഡഞ്ചനിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നത്. കൂടാതെ ജിൻവുവിന് ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവനും ജിൻഹോയും മാത്രമായിരിക്കും ഡഞ്ചനിലേക്ക് പോകുന്നത്. അവരുടെ കൂടെ വേറെ ആരും വേണ്ട. ഇത് കേട്ട ജിൻഹോ ഷോക്കായി. പക്ഷെ എന്തായാലും ജിൻവുവിന്റെ പവർ അറിയുന്ന ജിൻഹോ അതിന് സമ്മതിച്ചു. എന്നാൽ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കൊരു ഡഞ്ചനിലേക്ക് പോയാൽ ജിൻവുവിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ബാക്കിയുള്ളവർ അറിയും. അതുകൊണ്ട് ബാക്കിയുള്ളവരെ വെറുതെ കാണിക്കാൻ വേണ്ടി അവരൊരിക്കലും ഡഞ്ചനിലേക്ക് കയറില്ല. പകരം ബാക്കിയുള്ളവരെ വെറുതെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു 8 പേരെ വെറുതെ അവരുടെ കൂടെ കൂട്ടാമെന്ന് ജിൻഹോ പറയുന്നു. അതിന് ജിൻവുവും സമ്മതിച്ചു. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ചാഹേന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നു. എന്നിട്ട് അവരുടെ വിസിറ്റിംഗ് കാർഡ് ചാഹേന് കൊടുത്തു. ഇതേ സമയത്ത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജിൻഹോയോട് അവന്റെ അച്ഛൻ ഒരു പുതിയ ഗിൽഡ് തുടങ്ങാൻ പറയുന്നു. കാരണം ഇവന്റെ അച്ഛൻ എല്ലാ മേഖലയിൽ നിന്നും ഫണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഡഞ്ചൻ റൈഡിന്റെ അകത്തു നിന്നും മാത്രം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു ഗിൽഡ് തുടങ്ങിയാൽ ഡഞ്ചന്റെ അകത്തു നിന്നും നല്ലൊരു വരുമാനം അവർക്ക് കിട്ടും. ഇപ്പൊ സൗത്ത് കൊറിയയിൽ മൊത്തം 5 ഗിൽഡ് മാത്രമേ ഉള്ളൂ. അവർക്കാണ് ഇപ്പൊ ഡഞ്ചന്റെ അകത്തുള്ള മുഴുവൻ വരുമാനവും പോകുന്നത്. സോ ഇവരൊരു ഗിൽഡ് തുടങ്ങുകയാണെങ്കിൽ ഈ 5 ഗിൽഡിനും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പങ്ക് അവർക്കും കിട്ടും. പക്ഷെ ജിൻഹോയുടെ മനസ്സിൽ അവർക്കൊരു എസ് റാങ്ക് ഹണ്ടർ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. അതായത് ഒരു ഗിൽഡ് തുടങ്ങുമ്പോൾ ഒരു എസ് റാങ്ക് ഹണ്ടർ വേണമല്ലോ. ഇപ്പൊ അവരൊരു ഗിൽഡ് തുടങ്ങിയാലും അവരുടെ കൂടെ ഒരു എസ് റാങ്ക് ഹണ്ടർ ഇല്ല. സോ കൊറിയയിലുള്ള ടോപ്പ് 5 ഗിൽഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹണ്ടേഴ്സ് ഗിൽഡ്, വൈറ്റ് ടൈഗർ ഗിൽഡ്, റീപ്പർ ഗിൽഡ്, ഫെയിം ഗിൽഡ്, നൈറ്റ്സ് ഗിൽഡ്. ഇതൊക്കെയാണ് കൊറിയയിലെ 5 ഫേമസ് ആയ ഗിൽഡ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ജിൻവു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ അവന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടും ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ അവൻ എക്സ്ട്രാ റിവാർഡോ അതുപോലെ ഡഞ്ചനിലേക്ക് പോകാനുള്ള ചാവി ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ജിൻവുവിന് ഹണ്ടർ അസോസിയേഷനിൽ നിന്ന് ഒരു ഇമെയിൽ വരുന്നു. അതൊരു ഡി റാങ്ക് ഡഞ്ചൻ റെയ്ഡ് ചെയ്യാനുള്ള ഒരു ഇമെയിൽ ആയിരുന്നു. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ട് പോവാന്ന് പറഞ്ഞ് ജിൻവു എവിടേക്ക് പോകുന്നു. ഇതേ സമയത്ത് ഈ ഒരു ഇമെയിൽ നമ്മൾ ആദ്യം കണ്ട ക്യാപ്റ്റൻ സോങ്ങിന് കിട്ടുന്നുണ്ട്. അതുപോലെ ജോഹിക്ക്, കിമ്മിന്, പഴയ ആൾക്കാർക്കെല്ലാം ഈ ഒരു ഇമെയിൽ കിട്ടി. ഇപ്പൊ ജിൻവു ആ ഡഞ്ചന്റെ അവിടേക്ക് എത്തിയപ്പോൾ അവിടെ ക്യാപ്റ്റൻ സോങ്, ജോഹി, കിം അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, ഇങ്ങനെ അന്ന് ഡബിൾ ഡഞ്ചന്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ട 6 പേരും ഇപ്പൊ ഇവിടേക്ക് എത്തി. കൂടാതെ ഹണ്ടർ അസോസിയേഷനിലെ ഒരു ബി റാങ്ക് ഹണ്ടറും വന്നിട്ടുണ്ട്. ഇവനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് വൂവിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ജിൻവുവിനെ കാണാൻ വന്നവനാണ് ഇവൻ. ഇവന്റെ പേര് കങ് തീഷിക്. ഇവനൊരു 3 ഹണ്ടേഴ്സ് ആയ ജയിൽ പുള്ളികളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡഞ്ചനിലേക്ക് പോകാൻ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെയാണ് ഇവരെ 3 പേരെയും ജയിലിന്റെ അകത്ത് നിന്ന് കൊണ്ടുവന്നത്. 3 പേരും പ്രശ്നക്കാരാണ്. എന്നാലും ആൾക്കാരില്ലാത്തതുകൊണ്ട് ഇവരെ 3 പേരെയും ആവശ്യമുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആ ഡഞ്ചന്റെ അകത്തേക്ക് കയറി അവിടെയുള്ള ഒരുപാട് ഗോബ്ലിൻസിനെ കൊന്ന് മുന്നോട്ട് പോകുന്നു. മുന്നിലേക്ക് എത്തിയ അവര് 3 വഴി കാണുന്നു. അവരിനി ആ 3 വഴിയിലൂടെ പിരിഞ്ഞു പോകണം. അപ്പൊ ജിൻവു അവന്റെ സെൻസ് ഉപയോഗിച്ച് ഏത് വഴിയിലാണ് ഡഞ്ചന്റെ ബോസ് ഉള്ളതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ ഡഞ്ചൻ ബോസ് ഉള്ള ഭാഗത്തേക്ക് ജിൻവുവും ജോഹയും സോങ്ങും ഇവർ 3 പേരും പോകുന്നു. ആ 3 പ്രിസണേഴ്സ് ഹണ്ടേഴ്സും അവരുടെ
അവരുടെ കൂടെ ആ ബീറാങ് ഹണ്ടറും മറ്റൊരു വഴിയിലൂടെ പോകുന്നു. ബാക്കിയുള്ളവർ മൂന്നാമത്തെ വഴിയിലൂടെ പോകുന്നു. ഇപ്പൊ എല്ലാവരും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബീറാങ് ഹണ്ടർ തേഷിക് അവന്റെ കൂടെയുള്ള 3 പ്രിസണേഴ്സിനെ അടിച്ച് കൊല്ലാൻ നോക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ അവരെ 3 പേരെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഒരാൾ അവന് പൈസ കൊടുത്തു. അയാളുടെ മകളെ ഇവർ 3 പേരും ചേർന്ന് ടോർച്ചർ ചെയ്തതുകൊണ്ട് അയാളുടെ മകള് സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് അയാൾ തേഷിക്കിന് പൈസ കൊടുത്ത് അവരെ 3 പേരെയും കൊല്ലാൻ പറഞ്ഞത്. 3 പേരും നല്ലവരല്ല, മരിക്കേണ്ടവർ തന്നെയാണ്. എന്നാൽ കങ് തേഷിക്ക് അവരെ കൊല്ലുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് കിമ്മും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും വരുന്നു. അവര് രണ്ടുപേരും ഇത് കണ്ടതുകൊണ്ട് അവരെ രണ്ടുപേരെയും കങ് തേഷിക്ക് അറ്റാക്ക് ചെയ്തു. ഇപ്പൊ ഈ ശബ്ദം കേട്ട് അവിടേക്ക് ജിൻബുവും ജോഹയും സോങ്ങും ഓടി വരുന്നു. അവര് നോക്കുമ്പോൾ ആ 3 പ്രിസണേഴ്സും മരിച്ചു. അവർക്ക് അറിയുന്ന ഒരാളും മരിച്ചു. അവിടെ മരിക്കാതെ ഒരാൾ ബാക്കി ഉണ്ടായിരുന്നത് കിമ്മാണ്. കിമ്മിനെ അവർ ഹീൽ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കിം മരിച്ചുപോയി. അപ്പൊ അവരുടെ പുറകിലുണ്ടായിരുന്ന കങ് തേഷിക് ജോഹയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ജിൻവു അവന്റെ കൈ പെട്ടെന്ന് പിടിച്ചു മാറ്റി. എന്നിട്ട് അവൻ അവരോട് ഇവിടുന്ന് ആകെ പുറത്തു പോകുന്നത് താൻ മാത്രമായിരിക്കും എന്ന് പറയുന്നു. ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ ഒരു സൈക്കോയാണ്. ബീസ്റ്റുകളെ മാത്രമല്ല ഇവൻ കൊല്ലുക, ഒപ്പം മനുഷ്യരെയും ഇവൻ വളരെ ആസ്വദിച്ച് മൃഗീയമായിട്ട് കൊല്ലും. ഒരു സൈക്കോയായ ഇവന്റെ മുൻപിലേക്കാണ് ഇവരെല്ലാവരും വന്നുവിട്ടത്. ആ 3 പേരെ കൊല്ലണമെന്ന് പറഞ്ഞ് അവന് പണം കൊടുത്ത് അയാളെ ഇവൻ കൊന്നു. ഇനി ഇവരെയും ഇവൻ കൊല്ലാൻ പോവാണ്. അപ്പൊ സോങ് ജിൻവുവിനെ മാറ്റി നിർത്തി അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജോഹെ പുറകിൽ നിന്ന് അയാളെ ഹീൽ ചെയ്യുന്ന സമയത്ത് അയാൾ കങ് തേഷിക്കിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ആളൊരു സീറാങ് ഹണ്ടർ ആണെങ്കിലും ബീറാങ് ഹണ്ടറായ കങ് തേഷിക്കിനെ കൊല്ലാൻ വേണ്ടി അയാൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ അവസാനം കങ് തേഷിക് അയാളെ കൊല്ലാൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ജിൻവു കങ് തേഷിക്കിനെ തടഞ്ഞ് സോങ്ങിനെ രക്ഷപ്പെടുത്തി. ഇപ്പൊ ജിൻവുവിനെ കാണുന്ന കങ് തേഷിക്കിന് അവൻ ആരാണെന്ന് മനസ്സിലായി. ഡബിൾ ഡഞ്ചന്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ട് അവന് റീഅവേക്കനിങ് സംഭവിച്ചിരിക്കും എന്ന് തേഷിക്ക് പറയുന്നു. അത് കേട്ട് ജോഹയും സോങ്ങും ഷോക്കായി. ഇപ്പൊ ജിൻവുവും കങ് തേഷിക്കും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. അവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് ഏകദേശം ഒരുപോലെയാണ്. ആരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴാണ് ജിൻവുവിന്റെ സിസ്റ്റത്തിൽ അവന്റെ എതിരാളിയെ കൊല്ലാനുള്ള ഒരു ടാസ്ക് വരുന്നത്. അങ്ങനെ ജിൻവു അവന്റെ ഒരുപാട് പവർ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് കങ് തേഷിക് സ്റ്റീൽത്ത് മോഡ് എന്ന് പറയുന്ന ഒരു പവർ യൂസ് ചെയ്ത് പെട്ടെന്ന് ഇൻവിസിബിൾ ആയി. ആ പവർ യൂസ് ചെയ്തത് കൊണ്ട് ജിൻവുവിന് അവനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് അടി നമ്മുടെ ജിൻവുവിന് കിട്ടുന്നുണ്ടെങ്കിലും അവസാനം ജിൻവു അവന്റെ ഒരു സ്കില്ല് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ആൾക്കാരെ കൊന്ന സമയത്ത് അവന് മേർഡർ ഇന്റന്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്കില്ല് കിട്ടിയിരുന്നു. സോ ആ സ്കില്ല് യൂസ് ചെയ്ത് അവൻ കങ് തേഷിക്കിന്റെ നെഞ്ചത്ത് തന്നെ കത്തി കുത്തി ഇറക്കി അവനെ കൊന്നു. അവനെ കൊന്നതുകൊണ്ട് നമ്മുടെ ജിൻവുവിന് അവന്റെ റിവാർഡ് കിട്ടി. ആ റിവാർഡ് എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽത്ത് മോഡ്. അതായത് ജിൻവുവിന് സ്റ്റീൽത്ത് യൂസ് ചെയ്ത് അവൻ ഇൻവിസിബിൾ ആവാൻ പറ്റും. ശേഷം ജിൻവു ആ ഡഞ്ചനിലെ ബോസിനെയും കൊന്ന് ജോഹയും സോങ്ങിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നു. ഇപ്പൊ പുറത്തേക്ക് വന്ന അവരുടെ അടുത്തേക്ക് അസിസ്റ്റന്റ് വു നേരിട്ട് വന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ഇയാൾ ശരിക്കും അസിസ്റ്റന്റ് അല്ല, കൊറിയൻ ഹണ്ടർ അസോസിയേഷനിലെ ചെയർമാനാണ്. മറ്റേത് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ കൂടെ അസിസ്റ്റന്റ് ആയി പോകുന്നതാണ്. സോ ചെയർമാൻ വു അവരുടെ അടുത്തേക്ക് വന്ന് ആരാണ് കങ് തേഷിക്കിനെ കൊന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ സോങ് ജിൻവുവിനെ രക്ഷിക്കാൻ വേണ്ടി താനാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞു. അത് കേൾക്കുന്ന വുവിനാവട്ടെ അവര് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. കാരണം ബീറാങ് ഹണ്ടേഴ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ആളാണ് കങ് തേഷിക്. അതുകൊണ്ട് അവര് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാവുന്ന വു കൂടുതലായിട്ടൊന്നും ചോദിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് പാർക്കിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ജിൻവുവിനെയും ജോഹയാണ്. അപ്പൊ ജോഹെ ജിൻവുവിനോട് താൻ തിരിച്ച് നാട്ടിലേക്ക് തന്റെ ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് മുമ്പ് ജിൻവു അവൾക്ക് കൊടുത്ത എസൻസ് സ്റ്റോൺ അത് അവന് തന്നെ തിരിച്ചു കൊടുത്ത് അവൾ അവിടെ നിന്ന് പോയി. ഇപ്പൊ കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കാണിക്കുന്നത്. ചെയർമാൻ വു ജിൻവുവിനോട് നീ ഈ നാട് വിട്ട് വേണമെങ്കിൽ പോയിക്കോ, കാരണം ഡോങ്സുക്കിന്റെ അനിയൻ എസ്ട്രാങ് ഹണ്ടർ ഡോങ്സു അന്ന് രക്ഷപ്പെട്ട നിങ്ങൾ രണ്ടുപേരെയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. സോ ഡോങ്സു വന്നാൽ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ചെയർമാൻ വു അവിടുന്ന് പോകുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ജിൻഹോ നേരത്തെ ജിൻവുവിനോട് പറഞ്ഞതുപോലെ 8 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ 8 പേരിൽ കുടിയന്മാര് തൊട്ട് പ്രായമാവാത്ത ഒരു പെൺകുട്ടി വരെയുണ്ട്. അവരെ എല്ലാവരെയും ജിൻഹോ കൊണ്ടുവന്നത് ഓരോ ഡഞ്ചനിലേക്ക് പോകുമ്പോഴും 3 മില്യൺ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഡഞ്ചനിലേക്ക് അവർ പോകണ്ട, അവർ പുറത്ത് നിന്നാൽ മതി. ഡഞ്ചനിലേക്ക് പോകുന്നത് ജിൻഹോയും ജിൻവുവാണ്. അങ്ങനെ ബാക്കിയുള്ളവരെ പുറത്ത് നിർത്തി രണ്ടുപേരും ആ സീറാങ് ഡഞ്ചനിലേക്ക് കയറി പോകുന്നു. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് തിരിച്ചു വരും. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിച്ചു അവർ രണ്ടുപേരും തോറ്റിട്ട് വരികയാണെന്ന്. പക്ഷേ ആ ഡഞ്ചൻ പെട്ടെന്ന് ക്ലോസ് ആയി. അതായത് രണ്ടുപേരും കുറഞ്ഞ സമയം കൊണ്ട് ആ ഡഞ്ചനിലെ ബോസിനെയും കൊന്ന് പുറത്തേക്ക് വന്നു. തുടർന്ന് ജിൻവുവും ജിൻഹോയും ഒരുപാട് ഡഞ്ചനിലേക്ക് പോയി അവിടെയുള്ള ബോസിനെ കൊല്ലുന്നു. ഇങ്ങനെ ഓരോ ഡഞ്ചനിലേക്ക് പോയി ബോസിനെ കൊല്ലും തോറും ജിൻവുവിന്റെ ലെവലും അവന്റെ സ്കില്ലും കൂടി വരുന്നുണ്ട്. അവൻ ഒരുപാട് റിവാർഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ജിൻവു ഒരു ഡഞ്ചന്റെ അകത്ത് നിന്ന് അവന് കിട്ടിയ റിവാർഡ് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവന്റെ ലെവൽ കൂടിയതുകൊണ്ട് ഒരു ജോബ് ചേഞ്ചിങ് ക്വസ്റ്റ് ആണ് അവന് വന്നത്. പക്ഷേ ജിൻവു അതിപ്പോ തുറന്നു നോക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് വൈറ്റ് ടൈഗർ ഗിൽഡിലെ മാനേജറിനെയാണ്. ജിൻഹോയുടെ സ്ട്രൈക്ക് ടീം 150 മില്യൺ കൊടുത്ത് ഒരുപാട് സി റാങ്ക് ഡഞ്ചൻ വാങ്ങിയ കാര്യം ഇയാൾ അറിഞ്ഞു. അതുകൂടാതെ റെയ്ഡിന് പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ അയാൾ സങ് ജിൻവുവിന്റെ പേര് കണ്ടു. അത് കാണുന്ന അയാൾക്ക് സംശയമായി. കാരണം ജിൻവുവിന് ഇതുവരെ 3 പ്രശ്നമുണ്ടായി. ആ 3 പ്രശ്നത്തിലും ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. അതിൽ രക്ഷപ്പെട്ടു വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ജിൻവു ഉണ്ടായിരുന്നു. ഇതൊക്കെ കാരണം സംശയം വരുന്ന അയാൾ ഇപ്പൊ ജിൻവു റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡഞ്ചനിലേക്ക് അയാളും പോകുന്നു. എന്നിട്ട് അയാൾ അവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ചുപേര് ഡഞ്ചന്റെ പുറത്തിരിക്കുന്നു. അത് കാണുന്ന അയാൾക്ക് എല്ലാം മനസ്സിലായി. അടുത്ത സീനിൽ കാണിക്കുന്നത് എസ്ട്രാങ് ഹണ്ടർ ചോയ് ഒരു സ്വപ്നം കണ്ട് പേടിച്ചു. എന്നിട്ട് ഒരു ടോപ്പ് സീക്രട്ട് ഫയൽ എടുത്ത് നോക്കുന്നു. അതില് ജെജു ഐലൻഡ് മിഷൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. പക്ഷേ അയാൾ എന്തിനു പേടിക്കുന്നുണ്ട്. ശേഷം വൈറ്റ് ടൈഗർ ഗിൽഡിലെ മാനേജർ ജിൻവുവിനെ വന്ന് കാണുന്നു. അയാൾ എന്തിനാണ് ജിൻവുവിനെ കണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് ടൈഗർ ഗിൽഡിലേക്ക് ജിൻവുവിനോട് ജോയിൻ ചെയ്യാൻ പറയാൻ. അതിന് അയാൾ ജിൻവുവിന് ഓഫർ ചെയ്യുന്നത് ജിൻഹോ ജിൻവുവിന് കൊടുക്കുന്നതിന്റെ 2 മടങ്ങ്. ഇപ്പൊ ജിൻവുവിന് ജിൻഹോ കൊടുത്തത് 30 ബില്യന്റെ ബിൽഡിംഗ് ആണെന്ന് അറിയുമ്പോൾ അയാൾ പെട്ടെന്ന് ഷോക്കായി. ശേഷം സ്റ്റീൽത്തിലേക്ക് മാറുന്ന ജിൻവു ഇൻവിസിബിൾ ആയി അയാളോട് സംസാരിക്കുന്നു. ജിൻവുവിന്റെ പവർ ഒക്കെ കാണുന്ന അയാൾ ജിൻവുവിനെ കുറിച്ചുള്ള സീക്രട്ട് മറ്റാരോടും പറയില്ല എന്ന് പറയുന്നു. ശേഷം ജിൻവു അവന്റെ കയ്യിലുള്ള 3 സീറാങ്
ഡഞ്ചൻ അയാൾക്ക് വിറ്റു. അതൊരു നഷ്ടക്കച്ചവടമാണെങ്കിലും ജിൻവുവിന്റെ കോൺടാക്ട് നമ്പർ അയാൾക്ക് കിട്ടി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്ന ജിൻവു അവൻ ഇതിനു മുമ്പ് കിട്ടിയ ജോബ് ചേഞ്ചിങ് ക്വസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ഡഞ്ചൻ അവന്റെ മുൻപിൽ ഓപ്പൺ ആയി വന്നു. അത് കാണുന്ന ജിൻവു അവന് കൂടുതൽ സ്ട്രോങ് ആവാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് പോകുന്നു. അതിന്റെ അകത്തേക്ക് എത്തിയ ജിൻവുവിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മിഷൻ തീരുന്നത് വരെ ജിൻവുവിന് ഫുൾ റിക്കവറി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജിൻവു കൂടുതൽ ശ്രദ്ധിച്ച് കളിക്കണം. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു ആർമർ ഇട്ട നൈറ്റ് നടന്നു വരുന്നു. ഉടനെ ജിൻവു അവന്റെ കത്തി എടുത്ത് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നൊന്നും ജിൻവുവിന് അതിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജിൻവു അവന്റെ കയ്യിലുള്ള കത്തി മാറ്റി അവന്റെ കൈ ഉപയോഗിച്ച് അതിനെ കൊല്ലുന്നു. ഇപ്പൊ അവിടേക്ക് ജിൻവുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് നൈറ്റ് വരികയാണ്. അങ്ങനെ ജിൻവു അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ജിൻവു അതിനെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോൾ സ്റ്റീൽത്തിൽ വന്ന ഒരു നൈറ്റ് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അത് മാജിക് ഉപയോഗിച്ചിട്ടാണ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാലും ജിൻവു അതിന്റെയൊക്കെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് ഇവിടെ ഗിൽഡ് മാസ്റ്റർ ചോയ് തന്റെ ഗിൽഡിലുള്ള ആൾക്കാരെ വിളിച്ച് ജെജു ഐലൻഡിലേക്ക് എന്തോ ഒരു മിഷന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പൊ ജിൻവുവിന് അവന്റെ എതിരെ വന്ന ആൾക്കാരെ തോൽപ്പിച്ച് കഴിയുമ്പോൾ റിവാർഡായിട്ട് അവന് കുറച്ച് ആർമർ കിട്ടി. എന്നിട്ട് ജിൻവു അടുത്തുള്ള ഒരു വലിയ വാതിൽ തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുന്നു. അതൊരു വലിയ സിംഹാസനമുള്ള സ്ഥലമാണ്. അവിടെ ആ സിംഹാസനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കമാൻഡർ നൈറ്റ് നിൽക്കുന്നുണ്ട്. അതിന്റെ പേര് ഇഗ്രിസ്. അതിനെ കാണുന്ന ജിൻവുവിന് അവിടെ ആദ്യം പേടിയാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഇഗ്രിസിന്റെ കൂടെ ജിൻവു ഫൈറ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റിൽ ജിൻവുവിന് ഇഗ്രിസിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ വെറും കൈ വെച്ച് അവൻ ഇഗ്രിസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ജിൻവുവിനെ ഇഗ്രിസ് ഒരു മാതിരി അടിയടിക്കും. ചുമരിൽ ചേർത്ത് വെച്ച് അടിക്കും. കൂടാതെ കറക്കി എടുത്തടിക്കും. ജിൻവുവിന് അവന്റെ ആർമർ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും ചത്തുപോയെന്നെ. ഇപ്പൊ ഈ ഒരു ഫൈറ്റിലെ ജിൻവുവിനെ ഇഗ്രിസ് കൊല്ലാൻ വരുമ്പോൾ അവൻ ആ കത്തി പിടിച്ചു വെച്ചു. എന്നിട്ട് അവന്റെ എല്ലാ പവറും സ്കില്ലും യൂസ് ചെയ്ത് ഇഗ്രിസിന്റെ ദേഹത്തേക്ക് അവന്റെ കത്തി കുത്തിയിറക്കി അവൻ അവസാനം ഇഗ്രിസിനെ കൊന്നു. ഇഗ്രിസിനെ അവൻ കൊന്നതുകൊണ്ട് അവന് 4 റിവാർഡ് കിട്ടുന്നുണ്ട്. അതിലൊന്ന് ഇഗ്രിസിന്റെ മുഴുവൻ ആർമർ, അതിലുള്ള മറ്റൊന്ന് റൂളേഴ്സ് ഹാൻഡ്. അതെന്താണെന്ന് ജിൻവുവിന് അറിയില്ല. അവന് പിന്നെ കിട്ടുന്നത് പെട്ടെന്ന് തന്നെ അവനെ ടെലപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ. ഇതെല്ലാം ജിൻവു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അവനെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് പേര് വരും. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ജിൻവു എത്ര നേരം പിടിച്ചു നിൽക്കുന്നോ അത്രയും പോയിന്റ് ജിൻവുവിന് കിട്ടും. ഇതാണ് അവന്റെ പുതിയ ടാസ്ക്. ഇപ്പൊ ജിൻവുവിന്റെ അടുത്തേക്ക് ഒരുപാട് നൈറ്റ് അവനെ അറ്റാക്ക് ചെയ്യാൻ പുറത്തേക്ക് വരുന്നു. ആ വരുന്നത് സാധാ നൈറ്റ് ആയതുകൊണ്ട് അവറ്റങ്ങളൊക്കെ പെട്ടെന്ന് കൊല്ലാം എന്ന് ജിൻവു വിചാരിക്കുന്നു. എന്നാൽ സമയം പോകെ പോകെ ജിൻവു ക്ഷീണിച്ചു തുടങ്ങി. അവൻ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജിൻവു പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ടെലപ്പോർട്ടേഷൻ സ്റ്റോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അവന്റെ കയ്യിൽ നിന്ന് ഒരു നൈറ്റ് തട്ടിത്തെറിപ്പിച്ചു. അതുകൊണ്ട് ജിൻവുവിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. തുടർന്ന് അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൻ അവിടെയുള്ള എല്ലാ നൈറ്റ്സിന്റെ കൂടെ പറ്റുന്നതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. അവസാനം ജിൻവു തോൽക്കാനായി. അവനെ അവിടെയുള്ള എല്ലാ നൈറ്റ്സും ചേർന്ന് കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അന്നത്തെ ദിവസത്തെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അവനൊരു പെനാൽറ്റി കിട്ടുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ജിൻവു അവിടെ നിന്ന് ആ മരുഭൂമിയിലേക്ക് എത്തി. ഇനി അവിടെ നിന്ന് അവന്റെ ബോഡി മുഴുവൻ റിക്കവർ ചെയ്ത് അവന്റെ ലെവൽ കൂട്ടിയാൽ മാത്രമേ അവൻ ആ നൈറ്റ്സിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജിൻവു അവന്റെ ബോഡി മുഴുവൻ റിക്കവർ ചെയ്ത് അവിടെയുള്ള ബീസ്റ്റിനെ മുഴുവൻ കൊന്ന് അവന്റെ ലെവൽ കൂട്ടി. ഇത് കൂടാതെ അവൻ ഇൻവെന്ററിയിൽ നിന്ന് ഒരു പുതിയ കത്തി വാങ്ങി. മുമ്പത്തേക്കാൾ പവർഫുൾ ആയ ഒരു കത്തി. അതുപോലെ അവൻ നേരത്തെ ഇഗ്രിസിനെ കൊന്നപ്പോൾ കിട്ടിയ റിവാർഡിലെ റൂളേഴ്സ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ജിൻവു ആ സ്റ്റോൺ പൊട്ടിച്ച് അതിന്റെ പവർ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇപ്പൊ മുഴുവൻ തയ്യാറായി നിൽക്കുന്ന ജിൻവു നൈറ്റ്സുകളുടെ അടുത്തേക്ക് അവരെ തോൽപ്പിക്കാൻ തിരിച്ചു വന്നു. ഇതേ സമയത്ത് ജെജു ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹണ്ടേഴ്സ് വഴിയിൽ വെച്ച് എന്തോ ഒരു സാധനത്തിനെ കണ്ടു. അതെന്താണെന്ന് കാണിക്കുന്നില്ല. ഇവിടെ ജിൻവു അവന്റെ പുതിയ കത്തി കൊണ്ട് എല്ലാ നൈറ്റ്സിനെയും ഒരേ വെട്ടിന് ഇല്ലാതാക്കുന്നു. അപ്പോഴാണ് ജിൻവു അവിടെയുള്ള പോർട്ടൽ കാണുന്നത്. ആ പോർട്ടലിന്റെ അകത്ത് നിന്നാണ് ഈ നൈറ്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് ജിൻവു ആദ്യം മാജിക് യൂസ് ചെയ്ത് പോർട്ടൽ ഉണ്ടാക്കുന്ന മേജസിനെ കൊന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാ നൈറ്റിനെയും മേജിനെയും ജിൻവു അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ഇല്ലാതാക്കി. അവസാനം ആ മിഷൻ ജിൻവു കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം റിവാർഡ് കിട്ടുന്നതിന് പകരം അവന് പുതിയൊരു പേരാണ് കിട്ടിയത്, നെക്രോമാൻസർ. ഇതെന്താണെന്ന് വെച്ചാൽ ഡെത്തിൽ നിന്ന് അവന് ഷാഡോസിനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുന്ന ഷാഡോസ് അവൻ പറയുന്നത് കേൾക്കും. അവന്റെ വാക്ക് പിന്തുടർന്ന് വരും. അതാണ് ഷാഡോ ആർമി. ഇത് കാണുന്ന ജിൻവു ആവട്ടെ അവനത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റം അവനോട് വീണ്ടും ഇതൊരു ഹിഡൻ ക്ലാസ് ആണെന്ന് കാണിച്ച് അവന് വീണ്ടും യെസ് ഓർ നോ എന്ന് ചോയ്സ് കൊടുക്കുന്നു. അത് കണ്ട് ഒരുപാട് നേരം ആലോചിക്കുന്ന ജിൻവു അവസാനം അതിന് യെസ് എന്ന് കൊടുത്തു. ജിൻവുവിന്റെ അടുത്ത് ഒരുപാട് ഷാഡോ വരുന്നു. ഇതെന്ത് ഷാഡോ ആണെന്ന് അവൻ അറിയില്ല. പക്ഷേ ഈ ഷാഡോ വന്നതോടെ ജിൻവുവിന് അവന്റെ പവർ കൂടി വന്നു. ഇപ്പോഴാ സിസ്റ്റം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നു. നെക്രോമാൻസർ എന്ന് പറയുന്ന അവന്റെ പുതിയ പേര് അത് ഷാഡോ മൊണാർക്കായിട്ട് മാറി. ഷാഡോ മൊണാർക്ക് നല്ല രസമുണ്ട് കേൾക്കാൻ. ഇപ്പൊ ഷാഡോ മൊണാർക്കായിട്ട് മാറിയ ജിൻവുവിന് അവന്റെ അടുത്ത് വീണ് കിടക്കുന്ന നൈറ്റ്സുകളുടെ അകത്ത് നിന്ന് എന്തോ ഒരു മുരൾച്ച അവന് കേൾക്കുന്നു. നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു ഷാഡോ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ സിസ്റ്റത്തിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അവന്റെ പുതിയ സ്കിൽ ഷാഡോ എക്സ്ട്രാക്ഷന് ഒരു പുതിയ കമാൻഡ് കൊടുക്കാൻ. കമാൻഡ് എന്ത് കൊടുക്കണമെന്ന് ആലോചിക്കുന്ന ജിൻവു ആവട്ടെ ആ കമാൻഡ് അറൈസ് എന്ന് കൊടുത്തു. ഉടനെ അവന്റെ ചുറ്റും കൂടിക്കിടക്കുന്ന നൈറ്റ്സിന്റെ അകത്ത് നിന്ന് ഒരുപാട് ഷാഡോസ് പുറത്തേക്ക് വരുന്നു. ഇതാണ് അവന്റെ ഷാഡോ ആർമി, അവന്റെ ഷാഡോ സോൾജിയേഴ്സ്. അവന് കിട്ടിയ പുതിയൊരു സ്കില്ല് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഷാഡോ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. എന്തിനേയും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്ന ജിൻവു പെട്ടെന്ന് അവിടെ കിടക്കുന്ന ഇഗ്രിസിനെ നോക്കി. ഇപ്പൊ അവന്റെ ഷാഡോ ആർമിയുടെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് അവൻ കുറച്ച് ഷാഡോസിനെ അതിന്റെ അകത്ത് നിന്ന് കളഞ്ഞു. എന്നിട്ട് ഇഗ്രിസ് കിടക്കുന്നതിന്റെ അടുത്ത് വന്ന് അറൈസ് എന്ന് പറയുന്നു. ഉടനെ ഇഗ്രിസിന്റെ അകത്ത് നിന്ന് ഒരു വലിയൊരു ശക്തി പുറത്തേക്ക് വരുന്നു. പക്ഷെ അവന്റെ ഷാഡോ എക്സ്ട്രാക്ഷൻ ഫെയിൽ ആയി. ഇനി അവന് 2 പ്രാവശ്യം കൂടെ മാത്രമേ ഇഗ്രിസിനെ ഷാഡോ എക്സ്ട്രാക്ഷൻ
എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ജിൻവു രണ്ടാമത്തെ പ്രാവശ്യം അറൈസ് പറഞ്ഞു. പക്ഷെ അപ്പോഴും അത് ഫെയിലായി. അതുകൊണ്ട് ജിൻവു അവന്റെ അവസാനത്തെ ചാൻസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇഗ്രിസിനോട് പറയും, നീ നിന്റെ രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണോ? അതെപ്പോഴാണെന്ന് നിനക്കറിയോ നൈറ്റ് കമാൻഡർ ഇഗ്രിസ്? നീ ഒരു യോദ്ധാവാണ്. എന്തിനേയും 2 കഷ്ണമാക്കി വെട്ടുന്നതാണ് നിന്റെ ജോലി. അതുകൊണ്ട് നിന്റെ ആ വാൾ തുരുമ്പെടുക്കാൻ പാടില്ല. നിന്റെ ആ വാൾ കൊണ്ട് നിനക്ക് ആരെങ്കിലും പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ അത് നീ എന്നെ ചെയ്തോ. ഒരു നഷ്ടപ്പെട്ട സിംഹാസനത്തിനെ സംരക്ഷിക്കുന്നതിന് പകരം നീ നിന്റെ മുൻപിൽ നിൽക്കുന്ന എനിക്ക് വേണ്ടി പ്രതിരോധിക്ക്. അറൈസ്. അങ്ങനെ ഇഗ്രിസ് ഷാഡോ മൊണാർക്കിന്റെ ഒരു ഷാഡോ സോൾജറായിട്ട് മാറി. അവന് ജിൻവു കൊടുക്കുന്ന പേര് ഇഗ്രിസ് എന്ന് തന്നെയാണ്. ഇപ്പൊ ഷാഡോ സോൾജറായിട്ട് മാറിയ ഇഗ്രിസും അതുപോലെ ബാക്കിയുള്ള ഷാഡോ സോൾജേഴ്സും ജിൻവുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ഷാഡോ മൊണാർക്കിന്റെ ആ ഷാഡോ സോൾജേഴ്സ്. ഇതിന്റെ അവസാനം കാണിക്കുന്നത് ജെജു ഐലൻഡിലേക്ക് എത്തിയ എസ്ട്രാങ് ഹണ്ടേഴ്സിനെ ഒരു പ്രത്യേകതരം ജന്തുവിനെ കിട്ടി, എവല്യൂഷൻ സംഭവിച്ച ഉറുമ്പുകളെ. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് സീസൺ 1 അവസാനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ സീസൺ 1 അത്ര വലിയ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന സീസണുകളിൽ ഒരുപാട് സസ്പെൻസ്, ഒരുപാട് സീക്രട്ട്, നമ്മളെ ക്യൂരിയോസിറ്റി കൊണ്ട് നിറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഈ സീസൺ 1 ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പേരെല്ലാം കൊറിയൻ ആയതുകൊണ്ട് എനിക്ക് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ കണ്ടിരിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പേര് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ പറയുന്നത് പോലെ ആ പേര് വഴങ്ങില്ല. അത് ഞാൻ ചിലപ്പോൾ ജാപ്പനീസിലെ പേര് മാത്രം പറയുന്നത് കൊണ്ടായിരിക്കും. എന്നാലും ഞാൻ പേര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് പോകെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.